ഓം ശാന്തി. 15/9/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2001 മധുബൻ. ഈ നവവർഷത്തിൽ സഫലതാ ഭവ എന്ന വരദാനത്തിലൂടെ ബാബയുടെയും സ്വയം തൻ്റെയും പ്രത്യക്ഷത്തെ സമീപം കൊണ്ടുവരൂ. ഇന്ന് നവയുഗത്തിൻ്റെ രചയിതാവ് തൻ്റെ മാസ്റ്റർ നവയുഗ രചയിതാവായ കുട്ടികളുമായി നവവർഷം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. നവവർഷം ആഘോഷിക്കുക എന്നത് വിശ്വത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നു. എന്നാൽ നിങ്ങളേവരും നവയുഗം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നവയുഗത്തിൻ്റെ സന്തോഷം ഓരോ കുട്ടിയുടെയും ഉള്ളിലുണ്ട്. നവയുഗം ഇപ്പോൾ വരാൻ പോകുന്നു എന്നത് അറിയുന്നു. ലോകത്തിലുള്ളവരുടെ നവവർഷം ഒരു ദിവസം ആഘോഷിക്കുന്നതിൻ്റെതാണ്. നിങ്ങളേവരുടെയും നവയുഗം മുഴുവൻ സംഗമയുഗത്തിലും ആഘോഷിക്കുന്നതിൻ്റെതാണ്. നവവർഷത്തിൽ സന്തോഷം ആഘോഷിക്കുന്നു, പരസ്പരം ഗിഫ്റ്റ് നൽകുന്നു. ആ ഗിഫ്റ്റും എന്താണ്? അല്പസമയത്തേക്കുള്ളതാണ് ആ ഗിഫ്റ്റ്. നവയുഗ രചയിതാവായ ബാബ കുട്ടികളായ നിങ്ങളേവർക്കും വേണ്ടി ഏതൊരു ഗിഫ്റ്റാണ് കൊണ്ടുവന്നത്? ഗോൾഡൻ ഗിഫ്റ്റ്. ആ ഗോൾഡൻ ഗിഫ്റ്റ്, അതായത് ഗോൾഡൻ യുഗത്തിൽ എല്ലാവരും സ്വതവേ തന്നെ ഗോൾഡായി മാറുന്നു, പുതിയതാകുന്നു. അല്പം സമയത്തിനു ശേഷം നവവർഷം ആരംഭിക്കും. എന്നാൽ എല്ലാം പുതിയതായി മാറുകയില്ല. താങ്കളുടെ നവയുഗത്തിൽ പ്രകൃതിയും പുതിയതാകും. ആത്മാവും പുതിയ വസ്ത്രം അഥവാ ശരീരം ധാരണ ചെയ്യും. ഓരോ വസ്തുവും പുതിയത്, അതായത് സദോപ്രധാനവും ഗോൾഡൻ ഏജിൻ്റേതും ആയിരിക്കും. അപ്പോൾ നവവർഷം ആഘോഷിക്കുന്ന താങ്കളുടെ മനസ്സിലും ബുദ്ധിയിലും നവയുഗം തന്നെയാണ് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. നവയുഗം ഓർമ്മയുണ്ടല്ലോ? അതോ ഇന്നത്തെ ദിവസമായ നവവർഷമാണോ ഓർമ്മയുള്ളത്? ബാബ്ദാദ ആദ്യം നവയുഗത്തിൻ്റെ ആശംസകൾ നൽകുന്നു. പിന്നെ അതിനോടൊപ്പം നവവർഷത്തിൻ്റെയും ആശംസകൾ നൽകുന്നു. കാരണം നിങ്ങളേവരും നവവർഷം ആഘോഷിക്കുന്നതിനായി വന്നിരിക്കുകയാണല്ലോ. ആഘോഷിക്കൂ, നല്ലവണ്ണം ആഘോഷിക്കൂ. ഏതൊരു അവിനാശി ഗിഫ്റ്റാണോ ബാബ്ദാദയിലൂടെ ലഭിച്ചത്, അതിൻ്റെ അവിനാശി ആശംസകൾ ആഘോഷിക്കൂ. സദാ അന്യോന്യം ശുഭഭാവനയുടെ ആശംസകൾ നൽകൂ. ഇതുതന്നെയാണ് സത്യമായ ആശംസ. ആശംസ നൽകുമ്പോൾ സ്വയവും സന്തോഷിക്കുന്നു, മറ്റുള്ളവരും സന്തോഷിക്കുന്നു. സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള ആശംസയാണ് പരസ്പരം ഹൃദയപൂർവം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ആശംസ. ശുഭഭാവന ഒരു ശ്രേഷ്ഠ ആശംസയാണ്. ഏതൊരു ആത്മാവിൻ്റെ ഭാവന എങ്ങനെയുള്ളതായാലും, നല്ല ഭാവനയോ നല്ല ഭാവമോ അല്ലാതിരുന്നാലും, താങ്കളുടെ ശുഭഭാവനയ്ക്ക് അവരുടെ ഭാവത്തെയും മാറ്റാൻ സാധിക്കും, സ്വഭാവത്തെയും മാറ്റുവാൻ സാധിക്കും. അതേപോലെ സ്വഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വ അഥവാ ആത്മാവിൻ്റെ ഭാവം, അതായത് ശുഭഭാവം എന്നാണ്. ഓരോ സമയത്തും ഓരോ ആത്മാവിനും ഈ അവിനാശി ആശംസകൾ നൽകിക്കൊണ്ടേ പോകൂ. ആരെങ്കിലും താങ്കൾക്ക് എന്തു തന്നെ നൽകിയാലും താങ്കൾ എല്ലാവർക്കും ശുഭഭാവന നൽകൂ. അവിനാശി ആത്മാവിൻ്റെ അവിനാശി ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ആത്മാവ് പരിവർത്തനപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നവവർഷത്തിൽ എന്ത് വിശേഷത ചെയ്യും? സ്വയം തന്നിലും സർവരിലും സേവനത്തിലും. പേര് നവവർഷം എന്നാണ് എന്നിരിക്കെ എന്തെങ്കിലും നവീനത ചെയ്യുമല്ലോ. അപ്പോൾ എന്ത് നവീനത ചെയ്യും? ഓരോരുത്തരും തൻ്റെ നവീനതയുടെ പ്ലാൻ ഉണ്ടാക്കിയോ? അതോ ഇപ്പോൾ കേവലം പുതുവർഷം ആഘോഷിക്കുമോ? കൂടിക്കാഴ്ച ആഘോഷിച്ചു, നവവർഷം ആഘോഷിച്ചു. നവീനതയുടെ എന്ത് പ്ലാൻ ഉണ്ടാക്കി? ബാബ്ദാദ ഓരോ കുട്ടിക്കും ഈ വർഷത്തേക്ക് വേണ്ടി വിശേഷിച്ച് ഈ ഒരു സൂചന നൽകുകയാണ്. സമയമനുസരിച്ച് ഇപ്പോൾ എല്ലാ കുട്ടികളെയും ഇവിടെ സാകാരത്തിൽ മുന്നിലിരിക്കുകയാണെങ്കിലും ദേശവിദേശങ്ങളിൽ
വിജ്ഞാനത്തിൻ്റെ സാധനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ബാബ്ദാദയും എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ സുഖമായി രസത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയുടെ അതിപ്രിയവും അതിമധുരവുമായ വിശ്വത്തിലെ സർവ്വ കുട്ടികൾക്കും ബാബ്ദാദ ഈ സൂചന നൽകുകയാണ്. ഇപ്പോൾ തൻ്റെ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ അമൃതവേള മുതൽ രാത്രി വരെ സേവിങ്സിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ, ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. ഓരോരുത്തരും തൻ്റെ കാര്യമനുസരിച്ച് തൻ്റെ പ്ലാൻ ഉണ്ടാക്കണം. ബ്രാഹ്മണ ജീവിതത്തിൽ ഏതെല്ലാം ഖജനാവ് ലഭിച്ചുവോ ആ ഓരോ ഖജനാവിൻ്റെയും സേവിങ്സിൻ്റെയും ശേഖരണത്തിൻ്റെയും കണക്ക് വർദ്ധിപ്പിക്കൂ. കാരണം ബാബ്ദാദ ഇന്ന് 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ വർഷത്തിൻ്റെ അവസാനം വരെയുള്ള റിസൾട്ട് നോക്കി എന്താണ് കണ്ടത്? മനസ്സിലായി കഴിഞ്ഞു. ടീച്ചേഴ്സിനും മനസ്സിലായി, ഡബിൾ ഫോറിനേഴ്സിനും മനസ്സിലായി, മഹാരഥികൾക്കും മനസ്സിലായി. ശേഖരണത്തിൻ്റെ കണക്ക് എത്രത്തോളം ഉണ്ടാകണമോ അത്രയും എന്തു പറയും? താങ്കൾ സ്വയം തന്നെ പറയൂ. കാരണം ബാബ്ദാദ അറിയുന്നുണ്ട്, സർവ ഖജനാവുകളും ശേഖരിക്കുന്നതിനുള്ള സമയം കേവലം ഇപ്പോൾ സംഗമമാണ്. ഈ ചെറിയൊരു യുഗത്തിൽ എത്രത്തോളം ശേഖരിച്ചുവോ അതനുസരിച്ച് മുഴുവൻ കൽപ്പത്തിലും പ്രാപ്തികൾ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും. താങ്കൾ ഏവരുടെയും ഒരു സ്ലോഗൻ ഉണ്ടല്ലോ. ഏതാണ് സ്ലോഗൻ? ഇപ്പോഴില്ലെങ്കിൽ അതിനുശേഷം എന്താണ്? ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഈ സ്ലോഗൻ ബുദ്ധിയിൽ വളരെയധികം ഓർമ്മയുണ്ട്, എന്നാൽ ഹൃദയത്തിൽ ഓർമ്മയിൽ മറക്കുകയും ചെയ്യുന്നു, ഓർമ്മയും ഇരിക്കുന്നു. ഏറ്റവും വലുതിലും വലിയ ഖജനാവും ഈ ബ്രാഹ്മണ ജീവിതത്തിലെ ശ്രേഷ്ഠതയുടെ ആധാരവുമാണ് സങ്കല്പത്തിൻ്റെ ഖജനാവ്, സമയത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിൻ്റെ ഖജനാവ്. പിന്നെ സ്ഥൂലധനത്തിൻ്റെ ഖജനാവ് കോമൺ ആണ്. അപ്പോൾ ബാബ്ദാദ കണ്ടത് ഇതാണ്: എത്രത്തോളം ബ്രാഹ്മണനായ നിങ്ങൾ ഓരോരുത്തർക്കും ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ഖജനാവിലൂടെ സ്വയം തന്നെയും സേവനത്തെയും ശ്രേഷ്ഠമാക്കാൻ സാധിക്കുമോ, അതിൽ ഇനിയും അണ്ടർലൈൻ ചെയ്യേണ്ടി വരും. ബ്രാഹ്മണരായ താങ്കളുടെ ഒരു ശ്രേഷ്ഠ സങ്കല്പത്തിൽ, ശുഭസങ്കല്പത്തിൽ ഇത്രയും ശക്തിയുണ്ട്. അതിലൂടെ ആത്മാക്കൾക്ക് വളരെയധികം സഹയോഗം നൽകാൻ സാധിക്കും. സങ്കല്പശക്തിയുടെ മഹത്വം ഇപ്പോൾ ഇനിയും എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. സയൻസിൻ്റെ സാധനമായ റോക്കറ്റിനെ ദൂരെ ഇരുന്നുകൊണ്ട് എവിടെ ആഗ്രഹിക്കുന്നോ, എപ്പോൾ ആഗ്രഹിക്കുന്നോ, ഏത് സ്ഥാനത്ത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നോ 1 സെക്കൻഡിൽ എത്തിക്കുവാൻ സാധിക്കും. താങ്കളുടെ ശുഭ ശ്രേഷ്ഠ സങ്കല്പത്തിന് മുന്നിൽ ഈ റോക്കറ്റ് എന്താണ്? റിഫൈൻ വിധിയിലൂടെ കാര്യത്തിൽ ഉപയോഗിച്ചു നോക്കൂ. താങ്കളുടെ വിധിയുടെ സ്ഥിതി വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഇപ്പോൾ അന്തർമുഖതയുടെ ഭട്ടിയിലിരിക്കൂ. ഈ നവവർഷത്തിൽ സ്വയം സർവ ഖജനാവുകളുടെയും സേവിങ്സിൻ്റെ സ്കീം ഉണ്ടാക്കൂ. ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. മുഴുവൻ ദിവസത്തിലും സ്വയം തനിക്ക് വേണ്ടി അന്തർമുഖതയുടെ ഭട്ടിക്കായി സമയം ഫിക്സ് ചെയ്യൂ. സ്വയം താങ്കൾക്ക് തന്നെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. ബാബ്ദാദ പ്രത്യക്ഷതാ വർഷത്തിനു മുന്നിൽ ഈ വർഷത്തെ സഫലതാ ഭവയുടെ വർഷം എന്ന് പറയുന്നു. സഫലതയുടെ ആധാരമാണ് ഓരോ ഖജനാവിനെയും സഫലമാക്കുക. സഫലമാക്കൂ, സഫലത പ്രാപ്തമാക്കൂ. സഫലത പ്രത്യക്ഷതയെ സ്വയമേ തന്നെ പ്രത്യക്ഷമാക്കും. വാചാ സേവനം വളരെ നന്നായി ചെയ്തു. എന്നാൽ ഇപ്പോൾ സഫലതയുടെ വരദാനത്തിലൂടെ ബാബയുടെയും സ്വയം തൻ്റെയും പ്രത്യക്ഷതയെ സമീപം കൊണ്ടുവരൂ. ഓരോ ബ്രാഹ്മണൻ്റെയും ജീവിതത്തിൽ സർവ ഖജനാവുകളുടെയും സമ്പന്നതയുടെ അനുഭവം ആത്മാക്കൾക്ക് ഉണ്ടാകണം. ഇക്കാലത്തെ ആത്മാക്കൾ
താങ്കളുടെ അനുഭവി മൂർത്തിയിലൂടെ അനുഭൂതി നേടാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് കുറവാണ്, അനുഭൂതിയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അനുഭൂതിയുടെ ആധാരമാണ് ഖജനാവുകളുടെ ശേഖരണത്തിൻ്റെ കണക്ക്. ഇപ്പോൾ മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഈ ചാർട്ട് ചെക്ക് ചെയ്യൂ. സർവ ഖജനാവുകളുടെയും ശേഖരണം എത്ര ചെയ്തു? ശേഖരണത്തിൻ്റെ കണക്കെടുക്കൂ, ചാർട്ട് എടുക്കൂ. ഒരു മിനിറ്റിൽ എത്ര സങ്കല്പം നടക്കുന്നു? സങ്കല്പത്തിൻ്റേത് ഫാസ്റ്റ് ഗതിയാണല്ലോ. എത്ര സഫലമായി, എത്ര വ്യർത്ഥമായി, എത്ര സമർത്ഥമായിരുന്നു, എത്ര സാധാരണമായിരുന്നു. ചെക്ക് ചെയ്യുന്നതിനുള്ള മെഷീൻ താങ്കളുടെ അടുക്കൽ ഉണ്ടല്ലോ, അതോ ഇല്ലേ? എല്ലാവരുടെയും അടുക്കൽ ചെക്കിംഗ് മെഷീൻ ഉണ്ടോ? ടീച്ചേഴ്സിൻ്റെ അടുക്കൽ ഉണ്ടോ? താങ്കളുടെ സെൻറ്റേഴ്സിൽ കമ്പ്യൂട്ടറും ഇമെയിലും ഉള്ളതുപോലെ ഈ ചെക്കിംഗ് മെഷീൻ ഉണ്ടോ? ഡബിൾ ഫോറിനേഴ്സിൻ്റെ അടുക്കൽ ഉണ്ടോ? പ്രവർത്തിക്കുന്നുണ്ടോ അതോ പ്രവർത്തനം നിലച്ചിരിക്കുകയാണോ? പാണ്ഡവരുടെ അടുക്കൽ ചെക്കിംഗ് മെഷീൻ ഉണ്ടോ? എല്ലാവരുടെയും അടുക്കൽ ഉണ്ട്. ആരുടെയെങ്കിലും അടുക്കൽ ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇടൂ. ഏതുപോലെ എവിടെയെങ്കിലും ഒരു ഓഫീസ് തുറക്കുകയാണെങ്കിൽ ആദ്യം ചിന്തിക്കുന്നു, ഓഫീസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇക്കാലത്തെ ലോകത്തിൽ കമ്പ്യൂട്ടർ വേണം, ഇമെയിൽ വേണം, ടൈപ്പ് മെഷീൻ വേണം, കോപ്പി എടുക്കാനുള്ള മെഷീൻ വേണമല്ലോ. അപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൽ താങ്കളുടെ ഹൃദയത്തിൻ്റെ ഓഫീസിൽ ഈ എല്ലാ മെഷീനും ഉണ്ടോ അതോ ഇല്ലേ? ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിരുന്നു. ബാബ്ദാദയുടെ അടുക്കൽ പ്രകൃതിയും വരുന്നു, ഞാൻ എവർ റെഡിയാണ് എന്ന് പറയുന്നതിന് വേണ്ടി. ബ്രാഹ്മണർ തയ്യാറായോ എന്ന് സമയവും ബ്രാഹ്മണരെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ബ്രാഹ്മണരുടെ അടുക്കൽ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ ബാബ്ദാദ ചോദിക്കുന്നു, കൈ വളരെ നന്നായി ഉയർത്തുന്നു. ബാബ്ദാദയും സന്തുഷ്ടമാകുന്നു. ഇപ്പോൾ ഈ വിധം എവർ റെഡിയാകൂ, അതായത് കടന്നു പോകുന്ന ഓരോ സങ്കല്പവും, ഓരോ സെക്കൻഡും, ഓരോ ശ്വാസവും ആഹാ ആഹാ എന്നാകണം. വൈ എന്ന് പാടില്ല, വാഹ് വാഹ് എന്നാകണം. ഇപ്പോൾ ചില സമയത്ത് ആഹാ ആഹാ എന്നുണ്ടാകുന്നു, ചില സമയത്ത് ആഹാ എന്നതിന് പകരം വൈ ആയി പോകുന്നു. ചില സമയത്ത് ബിന്ദു വിടുന്നു, ചില സമയത്ത് ക്വസ്റ്റ്യൻ മാർക്കും ആശ്ചര്യത്തിൻ്റെ ചിഹ്നവും വീഴുന്നു. നിങ്ങൾ ഇവരുടെയും മനസ്സും ആഹാ എന്ന് പറയണം. ആരുടെയെല്ലാം സംബന്ധ സമ്പർക്കത്തിൽ വരുന്നുവോ, ബ്രാഹ്മണരായാലും സേവനം ചെയ്യുന്നവരായാലും ആഹാ ആഹാ എന്ന വാക്ക് വരണം. ശരി, ഇന്ന് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ബ്രഹ്മബാബയ്ക്ക് ഒരു ശുഭ ആശ ഉണ്ടായിരുന്നു. ബ്രഹ്മബാബ പറഞ്ഞു, എൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺസിനോട് വിശേഷിച്ച് ഒരു കാര്യം പറയണം. അത് എന്താണ്? സദാ ഓരോ കുട്ടിയുടെയും മുഖത്തിൽ സദാ ഒന്നാമതായി ആത്മീയതയുടെ പുഞ്ചിരി ഉണ്ടാകണം. കേട്ടുവോ? നല്ല രീതിയിൽ കാതുകൾ തുറന്ന് കേൾക്കണം. രണ്ടാമതായി വായിൽ സദാ മധുരത ഉണ്ടായിരിക്കണം. ഒരു വാക്കുപോലും മധുരതയില്ലാത്തത് ആകരുത്. മുഖത്തിൽ ആത്മീയത ഉണ്ടാകണം, വായിൽ മധുരത ഉണ്ടാകണം. മനസ്സിലും ബുദ്ധിയിലും സദാ ശുഭഭാവനയും ദയാഹൃദയത്തിൻ്റെ ഭാവനയും ദാതാവിൻ്റെ ഭാവനയും ഉണ്ടാകണം. ഓരോ ചുവടിലും ഫോളോ ഫാദർ ആയിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുവാൻ സാധിക്കുമോ? ടീച്ചേഴ്സ്, ഇത് ചെയ്യാൻ സാധിക്കുമോ? യൂത്തിന് ചെയ്യുവാൻ സാധിക്കുമോ? ജ്ഞാന സരോവരത്തിൽ ദേശവിദേശങ്ങളിലെ യൂത്തിൻ്റെ റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയുടെ അടുക്കൽ യൂത്ത് ഗ്രൂപ്പിൻ്റെ വളരെ നല്ല റിസൾട്ട് വന്നു. 10 മടങ്ങ് ആശംസകൾ. നല്ല റിസൾട്ടാണ്. നന്നായി അനുഭവം നേടുകയും ചെയ്തു. ബാബ്ദാദ സന്തുഷ്ടമാണ്. ബാബ്ദാദ അനുഭവവും കേട്ടു. കേൾവിയല്ല, ഡയറക്റ്റായി ബാബ്ദാദ താങ്കളുടെ അനുഭവങ്ങൾ കേട്ടു. എന്നാൽ ഇപ്പോൾ ഈ അനുഭവങ്ങളെ
അമർ ഭവയുടെ വരദാനത്തിലൂടെ അവിനാശിയാക്കി വെക്കണം. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എന്നാൽ താങ്കളുടെ ആത്മീയ അനുഭവങ്ങളെ സദാ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം, കുറയ്ക്കരുത്. 3 മാസത്തിന് ശേഷം മധുബനിൽ വന്നാലും വന്നില്ലെങ്കിലും 3 മാസത്തിന് ശേഷം ഫോറിനിൽ നിന്നും വരികയില്ല, എന്നാൽ തൻ്റെ അക്കൗണ്ട് വയ്ക്കണം. ബാബ്ദാദയുടെ അടുക്കൽ അയക്കുകയും വേണം. ബാബ്ദാദ റൈറ്റ് അടയാളപ്പെടുത്തും. അല്ലെങ്കിൽ എന്തായിരിക്കുമോ ആ പെർസെൻറ്റേജ് നൽകും. ശരിയാണോ? ഓക്കെ ആണോ? അതെങ്കിൽ ഒരു കൈ കൊണ്ട് കൈയടിക്കൂ. ശരി. ഇന്ന് ആശംസകളുടെ ദിവസമാണ്. അപ്പോൾ ഇനിയും സന്തോഷ വാർത്ത ബാബ്ദാദ കേൾക്കുകയും കാണുകയും ചെയ്യും. ചെറിയ ചെറിയ കുട്ടികൾ കിരീടധാരികളായിരിക്കുകയാണ്. താങ്കൾക്ക് കിരീടം ലഭിക്കും. ഇവർക്ക് ഇപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു. എഴുന്നേൽക്കൂ. നോക്കൂ, കിരീടധാരിയായ ഗ്രൂപ്പിനെ നോക്കൂ. കുട്ടികൾ സദാ ഹൃദയം കൊണ്ട് സത്യതയുള്ളവരാണ്. സത്യമായ ഹൃദയമുള്ളവരാണല്ലോ. നല്ലതാണ്. കുട്ടികളുടെ റിസൾട്ടും ബാബ്ദാദ നല്ലതായാണ് കണ്ടത്. ആശംസകൾ. ശരി. ഡബിൾ ഫോറിനേഴ്സിനോട് ഇവരുടെ കത്തുകളും കുറിപ്പുകളും കണ്ടു. ഉന്മേഷത്തിൻ്റെ കുറിപ്പുകളാണ്. എന്നാൽ ഒരു കാര്യം ബാബ്ദാദ കണ്ടു. അത് ചില കുറിപ്പുകളിലുണ്ട്. ചിലരാണെങ്കിൽ വളരെ നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പരിവർത്തനത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, ഉന്മേഷത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. എന്നാൽ ചിലരൊക്കെ ഒരൽപ്പം തൻ്റെ അലക്ഷ്യവും കാണിച്ചിരിക്കുന്നു. ഒരിക്കലും അലക്ഷ്യരാകരുത്. അലർട്ട്. ഒന്നാമതായി, ബാബ്ദാദയ്ക്ക് അലക്ഷ്യം നല്ലതായി തോന്നുന്നില്ല. രണ്ടാമതായി, നിരാശമാകുന്നത് നല്ലതായി തോന്നുന്നില്ല. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, വിശാല ഹൃദയം വയ്ക്കൂ. നിരാശ ഇടുങ്ങിയ ഹൃദയമാണ്. മനസ്സന്തോഷം വിശാല ഹൃദയമാണ്. അപ്പോൾ നിരാശമാകരുത്, അലക്ഷ്യരാകരുത്. ഉന്മേഷത്തിലും ഉത്സാഹത്തിലും സദാ പറന്നുകൊണ്ടിരിക്കണം. ബാബ്ദാദയ്ക്ക് ഡബിൾ വിദേശികളിൽ 100 കോടി 10,000 കോടിയോളം പ്രതീക്ഷകളാണ്. ഇന്ത്യയിലുള്ള ആത്മാക്കൾ അതിശയിച്ചു പോകും വിധത്തിലുള്ള അത്ഭുതം ഡബിൾ ഫോറിനേഴ്സ് കാണിക്കും. അത് വരേണ്ടതുണ്ട്. ആ ദിവസം വരേണ്ടതുണ്ട്. വേഗം വരേണ്ടതുണ്ട്. വരണമല്ലോ. ആ ദിവസം വരാൻ പോവുകയാണല്ലോ. ആ ദിവസം വരുമോ? മുന്നിലുള്ളവർ പറഞ്ഞു, വേഗം വേഗം വരും. ഹാൻജി എന്ന് പറയൂ. ബാബ്ദാദ ഇൻ അഡ്വാൻസ് ആശംസകളുടെ താലങ്ങൾ നിറച്ച് നൽകുകയാണ്. ഇത്രയും ധൈര്യം ബാബ്ദാദ ഡബിൾ ഫോറിനേഴ്സിൽ കാണുകയാണ്. ഇങ്ങനെയാണല്ലോ. ഫോറിനിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. നല്ലതാണ്. യൂത്തും നല്ലവരാണ്. പ്രവൃത്തിയിലുള്ളവരും ധാരാളമുണ്ട്. കുമാരിമാരും വളരെയധികമുണ്ട്. അതിശയം തന്നെ അതിശയമാണ്. ഓക്കെ ആണല്ലോ. ഈ സിന്ധി പരിവാരം പറയൂ, എന്ത് അതിശയം ചെയ്യും? നിമിത്തം മാത്രമാണ് സിന്ധി, എന്നാൽ ബ്രാഹ്മണരാണ്. എന്തു ചെയ്യും പറയൂ. അവർ പറഞ്ഞു, ബാബയുടെ പേര് പ്രകാശിപ്പിക്കും. എപ്പോൾ ചെയ്യും? അവർ പറഞ്ഞു, ഈ വർഷത്തിൽ. താങ്കളുടെ വായിൽ ഗുലാബ് ജാമുൻ. ധൈര്യമുള്ളവരാണ്. അവർ പറഞ്ഞു, അങ്ങയുടെ വരദാനം ഒപ്പമുണ്ട്. വരദാതാവ് തന്നെ കൂടെയുണ്ട്. അപ്പോൾ വരദാനം വലിയ കാര്യമാണോ? ശരി. ആരെല്ലാമാണോ ഈ കൽപ്പത്തിൽ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവർ എഴുന്നേൽക്കൂ. ആര് ആദ്യത്തെ തവണ വന്നിരിക്കുന്നുവോ ആ കുട്ടികളോട് ബാബ്ദാദ പറയുന്നു, വന്നത് പിന്നാലെയാണ്, എന്നാൽ പോകേണ്ടത് മുന്നിലാണ്. ഇത്രയും മുന്നിലേക്ക് പോകണം. അതായത് എല്ലാവരും താങ്കളെ കണ്ട് സന്തോഷിക്കണം. എല്ലാവരുടെയും വായിൽ നിന്നും ഈ വാക്കുകൾ വരണം, അതിശയം തന്നെ, അതിശയം തന്നെ, അതിശയം തന്നെ. ഇങ്ങനെയുള്ള ധൈര്യമുണ്ടോ? ആദ്യമായി വന്നവർക്ക് ധൈര്യമുണ്ടല്ലോ. പുതുവർഷം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്.
അപ്പോൾ പുതുവർഷത്തിൽ എന്തെങ്കിലും അതിശയം ചെയ്യുമല്ലോ. എന്നിരുന്നാലും ബാബ്ദാദയ്ക്ക് എല്ലാ കുട്ടികളും അതിപ്രിയമാണ്. ഏതായാലും വളരെയധികം ബുദ്ധിപൂർവമായ കാര്യങ്ങൾ ചെയ്തു. ടു ലേറ്റിന് മുമ്പേ വന്നു ചേർന്നു. ഇപ്പോഴാകട്ടെ ഈ ഹാളിൽ ഇരിക്കാനുള്ള സീറ്റ് ഏതായാലും ലഭിച്ചുവല്ലോ. കഴിയുന്നതിനുള്ള കട്ടിലോ നിലമോ ലഭിച്ചുവല്ലോ. എപ്പോഴാണോ ടു ലേറ്റിൻ്റെ ബോർഡ് വയ്ക്കപ്പെടുന്നത് അപ്പോൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അതിനാൽ ഏതായാലും നല്ല സമയത്ത് ബാബ്ദാദയെ തിരിച്ചറിഞ്ഞു. ഈ ബുദ്ധിപൂർവമായ കാര്യം ചെയ്തു. ശരി. വിശ്വത്തിലെ 4 ഭാഗത്തുമുള്ള സർവ സഫലതാമൂർത്തികളായ കുട്ടികൾക്ക്, സർവ്വതും സഫലമാക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക്, സദാ തൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന ചെക്കറും ഭാവിയിലെ മേക്കറും ആയ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ തൻ്റെ ഓരോ ചുവടിലും ബാബയെ പ്രത്യക്ഷമാക്കുന്ന ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ, സർവ ഗ്രേറ്റ് സൺസിനും ബാബയുടെയും ദാദയുടെയും വളരെ 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 സ്നേഹസ്മരണകൾ, ആശംസകൾ. നമസ്തേ. ബാബ്ദാദ ദേശവിദേശത്തെ എല്ലാ കുട്ടികൾക്കും നവവർഷത്തിൻ്റെ ആശംസകൾ നൽകി. 4 ഭാഗത്തുമുള്ള സഫലതയുടെ നക്ഷത്രങ്ങൾക്ക് പഴയ വർഷത്തിൻ്റെ വിടവാങ്ങലിൻ്റെയും സംഗമ സമയത്തിലെ നവവർഷത്തിൻ്റെ ആശംസകൾ. സംഗമ സമയം വിട പറയലുമാണ്, ആശംസയുമാണ്. അപ്പോൾ സദാ സഫലമാണ്, സഫലമായി ഇരിക്കുകയും ചെയ്യും. ഒരിക്കലും അസഫലതയുടെ പേരോ അടയാളമോ ഉണ്ടായിരിക്കില്ല. ബാബ്ദാദയുടെ സിഖില്ലതെ അതിപ്രിയപ്പെട്ട അതിമധുരമായ നയനങ്ങളുടെ പ്രകാശമാണ്. എല്ലാവരും നമ്പർ 1 ആവുക തന്നെ വേണം. ഈ ദൃഢസങ്കല്പത്തിലൂടെ ഓരോ ചുവടും ബാബയ്ക്ക് സമാനം വെച്ചുകൊണ്ടിരിക്കണം. പദമം മടങ്ങ്, 100 കോടി 10,000 കോടി മടങ്ങ് ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ബാബ്ദാദയുടെ വളരെ വളരെ അമൂല്യ ഡയമണ്ട്സിന് ഡയമണ്ട് മോർണിംഗ്, ഡയമണ്ട് മോർണിംഗ്, ഡയമണ്ട് മോർണിംഗ്. ഓം ശാന്തി ശാന്തി. വരദാനം. സേവനത്തിൻ്റെ ഉന്മേഷത്തിലൂടെ, ഉത്സാഹത്തിലൂടെ സേഫ്റ്റി അനുഭവിക്കുന്ന മായാജീത്തായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ സ്ഥൂല കാര്യങ്ങളോടൊപ്പം ആത്മീയ സേവനത്തിനു വേണ്ടി ഓടുന്നത്, എവർ റെഡിയായിരിക്കുന്നത്, അപ്പോൾ ഈ സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും സേഫ്റ്റിയുടെ സാധനമായി മാറുന്നു. ആരാണോ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് അവർ മായയിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നു. ഇവർക്ക് ഒഴിവു സമയമില്ല എന്ന് മായയും കാണുമ്പോൾ അതും തിരികെ പോകുന്നു. ഏത് കുട്ടികൾക്ക് ബാബയോടും സേവനത്തോടും സ്നേഹമുണ്ടോ അവർക്ക് എക്സ്ട്രാ ധൈര്യത്തിൻ്റെ സഹായം ലഭിക്കുന്നു. അതിലൂടെ സഹജമായി തന്നെ മായാജീത്തായി മാറുന്നു. സ്ലോഗൻ. ജ്ഞാനത്തെയും യോഗത്തെയും തൻ്റെ ജീവിതത്തിൻ്റെ നേച്ചറാക്കി മാറ്റൂ. അപ്പോൾ പഴയ നേച്ചർ പരിവർത്തനപ്പെടും. സൂചന. ഇന്ന് മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. എല്ലാ ബ്രഹ്മവത്സരും സംഘടിത രൂപത്തിൽ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് സന്തുഷ്ടമണിയായി വായുമണ്ഡലത്തിൽ സന്തുഷ്ടതയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കണം. അസന്തുഷ്ട ആത്മാക്കൾക്ക് സന്തുഷ്ടമായിരിക്കുന്നതിൻ്റെ ശക്തി നൽകണം. മനസ്സാ സേവനം ചെയ്യണം. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്.
ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.